വളരെ ചെറിയൊരു ജീവിതകാലം കൊണ്ട് അമേരിക്കയിലെ ക്യാമ്പസുകളെ ഇളക്കി മറിച്ച ചാർലി കിർക്ക് ഒരു സംവാദ പരിപാടിക്കിടയിൽ വെടിയേറ്റ് മരിച്ചിട്ട് 48 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. സംഭവം നടക്കുമ്പോൾ യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റേജിലായിരുന്നു അദ്ദേഹം. വിശ്വാസത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അമേരിക്കൻ മൂല്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എറീക്കയും 3 വയസ്സുകാരിയായ മകളും മുന്നിലിരുന്ന് അഭിമാനത്തോടെ അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വെടിയേറ്റത്. പുറകോട്ട് മറിഞ്ഞു വീഴുന്നു. ഏകദേശം 200 അടി അകലെ നിന്നായിരുന്നു ആ ബുള്ളറ്റ് എത്തിയത്. കഴുത്തിൽ കരോട്ടിഡ് ധമനിയിൽ തന്നെ വെടിയേറ്റു. അതൊരു സാധാരണ വെടിവെപ്പായിരുന്നില്ല, ഒരു പ്രൊഫഷണൽ കില്ലറുടെ കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള വെടി. അദ്ദേഹം രക്തം വാർന്ന് നിലവിളിച്ചു. ഡാഡി എന്ന് നിലവിളിച്ചുകൊണ്ട് കുഞ്ഞുമകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. മെഡിക്കൽ സംഘം ഓടിയെത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തെ വെടിവെച്ച ആ ഷാർപ്പ് ഷൂട്ടർ ഒരു നിഴൽ പോലെ മേൽക്കൂരകളിലൂടെ ഓടി രക്ഷപ്പെട്ടു. വെടിവെക്കാൻ ഉപയോഗിച്ച റൈഫിൾ പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. FBI പ്രതിയെക്കുറിച്ചുള്ള ഫോട്ടോകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചാർലി അമേരിക്കൻ ദേശീയതയ്ക്കും യാഥാസ്ഥിക ക്രിസ്തീയ മൂല്യങ്ങൾക്കും വേണ്ടി കോളേജ് ക്യാമ്പസുകളെ സജീവമാക്കിയ അനുഗ്രഹീതനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. 18-ാം വയസ്സിൽ ഒരു കോളേജ് ഡിഗ്രി പോലും ഇല്ലാതെ വെറും ആവേശത്തിൻ്റെ പുറത്ത് അദ്ദേഹം ടേണിംഗ് പോയിൻ്റ് USA എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. അത് പിന്നീട് ഒരു വൻ പ്രസ്ഥാനമായി വളർന്നു. 3000-ലധികം സ്കൂളുകളിലും കോളേജുകളിലും അതിന് ചാപ്റ്ററുകൾ ഉണ്ടായി. ലക്ഷക്കണക്കിന് യുവജനങ്ങൾ അദ്ദേഹത്താൽ ക്രിസ്തീയ മൂല്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന നേതാവ്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഏത് സംഭവത്തിലും ദുരൂഹതകളും കോൺസ്പിരസി തിയറികളും ഉണ്ടാകുക സ്വാഭാവികമാണ്. ചാർലി കിർക്കിൻ്റെ കൊലപാതകത്തിലും നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ചാർലിയെ കൊന്നത് ഇസ്രായേലിൻ്റെ സ്പൈ ഏജൻസിയായ മൊസാദ് ആണെന്നുള്ളത്. സാഹചര്യ തെളിവുകളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിലുള്ള ഈ വാദങ്ങൾ എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. എങ്കിലും ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അഭിമാനിയായ അമേരിക്കൻ ക്രിസ്ത്യാനി ചാർലി കിർക്ക് ഇസ്രായേലിലേക്കുള്ള തൻ്റെ യാത്രകൾ തൻ്റെ ജീവിതം മാറ്റിമറിച്ചുവെന്ന് കൂടെ പറയാറുണ്ടായിരുന്നു. യേശുക്രിസ്തു നടന്ന വഴിത്താരകളിലൂടെ നടന്നും വിലാപമതിലിൽ തലമുട്ടിച്ച് പ്രാർത്ഥിച്ചും അദ്ദേഹം ബൈബിളിലുള്ള തൻ്റെ വിശ്വാസം കൂടുതൽ ഉറപ്പിച്ചു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വമായി അദ്ദേഹം കരുതി. അങ്ങനെ ഏതൊരു യാഥാസ്ഥിക അമേരിക്കൻ ക്രിസ്ത്യാനിയെയും പോലെ ചാർലിയും ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണച്ചു. പക്ഷേ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായ പല സംഭവങ്ങളിലും വിഷയങ്ങളിലും പതിവ് ധാരണകൾക്കും പ്രചരണങ്ങൾക്കും വിരുദ്ധമായ കൂടുതൽ ആഴത്തിലുള്ള ചില പഠനങ്ങൾ അദ്ദേഹം നടത്തുകയും അസാധാരണമായ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. ഇവിടെയാണ് കഥ മുഴുവൻ മാറുന്നത്. 2023 ഒക്ടോബർ 7 സംഭവങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേലിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന പലർക്കും അദ്ദേഹം തൻ്റെ വേദിയിൽ സംസാരിക്കുവാൻ അവസരം നൽകി. ഉദാഹരണത്തിന് 2025 ജൂലൈയിൽ ടക്കർ കാൾസനുമായി നടത്തിയ അഭിമുഖം പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ലൈംഗികമായി ദുരുപയോഗിച്ച അതിസമ്പന്നൻ ജെഫ്രി എപ്സ്റ്റീനും ഇസ്രായേലി ചാരസംഘടനയായ മൊസാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ ആ അഭിമുഖത്തിൽ ചർച്ച ചെയ്തു. ചാർലി അതിനെ എതിർക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്തില്ല. അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു, തലയാട്ടിക്കൊണ്ടിരുന്നു. ആ ചോദ്യം അവിടെ തന്നെ ഇട്ട് പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരം നൽകി. കൂടാതെ അമേരിക്കൻ നികുതി പണം ഇസ്രായേലിലേക്ക് ഒഴുകുന്നതിനെ വിമർശിക്കുന്ന ഡേവ് സ്മിത്ത് പോലുള്ള ഹാസ്യ നടന്മാരെയും അദ്ദേഹം തൻ്റെ ഷോയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേൽ അതിർത്തി ഭേദിച്ച് കയറി ഉണ്ടായ സംഭവം, അത് ചാർലിയുടെ മനസ്സിൽ ഒരു മുറിപ്പാടായി അവശേഷിച്ചിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ഇപ്രകാരം സംസാരിച്ചു. ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സി സ്റ്റേറ്റിൻ്റെ അത്രയും വലിപ്പമേ ഉള്ളൂ. ഒരു ചെറിയ രാജ്യം. അവിടെ 1200 പേർ ഏതാനും ചില മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടിട്ടും ലോകോത്തര നിലവാരമുള്ള ഇസ്രായേലി സൈന്യം എന്തുകൊണ്ട് തിരിച്ചടിക്കാൻ
6 മണിക്കൂർ വൈകി. അദ്ദേഹം നേരിട്ട് ആരെയും കുറ്റപ്പെടുത്തിയില്ല, പക്ഷേ സംശയം ഉന്നയിച്ചു. സ്വന്തം രാജ്യത്ത് അങ്ങനെ ഒരു ആക്രമണം നടത്തുവാൻ ഇസ്രായേലിൽ തന്നെയുള്ള ആരെങ്കിലും മനഃപൂർവ്വം അനുവദിച്ചതാണോ? ഇതാണ് ചാർലി മുന്നോട്ട് വെച്ച ചോദ്യം. ഇത്രയുമൊക്കെ ആയപ്പോൾ ചാർലിയുടെ ഇസ്രായേലിനെ കുറിച്ചുള്ള ധാരണകൾ മാറുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തോട് അടുത്തുള്ള വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. ചാർലി, ഇസ്രായേലിനെ കുറിച്ച് കൂടുതൽ കടുത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ നിന്നെ ഇല്ലാതാക്കുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ബെൻ ഷാപ്പിറോയുമായുള്ള തൻ്റെ അവസാന അഭിമുഖത്തിൽ ചാർലി ഉയർത്തിയ ഒരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ആ ചോദ്യം ഇതാണ്: നമ്മൾ കോവിഡ് നിയമങ്ങളെയും ഉക്രൈൻ യുദ്ധത്തിന് ഫണ്ട് നൽകുന്നതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പല നീക്കങ്ങളെയും നമ്മൾ ചോദ്യം ചെയ്യാത്തത്? ചാർലിയുടെ ഈ ചോദ്യങ്ങൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അപകടകരമായ നിലയിൽ മുഴങ്ങി എന്നുള്ളതാണ് ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ചാർലി കിർക്കിൻ്റെ മരണശേഷം അമേരിക്ക അക്ഷരാർത്ഥത്തിൽ തന്നെ 2 ചേരിയായി മാറിയിരിക്കുന്നു. വലതുപക്ഷം യാതൊരു തെളിവിനും കാത്തു നിൽക്കാതെ തന്നെ ഇത് ഇടതുപക്ഷത്തിൻ്റെ മേലേക്ക് ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിട്ടു. ട്രാൻസ് ആക്ടിവിസ്റ്റുകളും പാലസ്തീൻ അനുകൂലികളുമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് തുറന്നടിക്കാൻ അവർ മടിച്ചില്ല. സ്റ്റീവ് ബാനോൻ തൻ്റെ ഷോയിൽ ഇപ്രകാരം പറഞ്ഞു: ഈ സാംസ്കാരിക യുദ്ധത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ചാർലി. തിരിച്ചടിക്കുവാൻ സമയമായി. പ്രസിഡന്റ് ട്രംപും ട്വീറ്റ് ചെയ്തു: ചാർലി കിർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പോരാളിയാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കും. ചാർലി മാർട്ടിയർ എന്ന് പറഞ്ഞുള്ള ഹാഷ്ടാഗുകൾ ട്രെൻഡിങ്ങായി മാറി. ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ചാർലി സ്ഥാപിച്ച ഈ പ്രസ്ഥാനത്തിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് പുതുതായി ചേരുന്നവരുടെ എണ്ണം ഇരട്ടിയിലധികമായി. അതേസമയം തന്നെ ഇടതുപക്ഷത്തു നിന്നും തണുപ്പുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ഈ മരണത്തെ അവരിൽ പലരും ആഘോഷമാക്കി മാറ്റുന്നതും കണ്ടു. ഇസ്രായേലിൻ്റെ പ്രതികരണമാണ് ഏറ്റവും വിചിത്രമായത്. വെടിവെപ്പ് നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ട്വീറ്റ് ചെയ്തു: ചാർലി ലയൺ ഹാർട്ടഡ് ഫ്രണ്ടായിരുന്നുവെന്ന്. സത്യം പറഞ്ഞതിനും സ്വാതന്ത്ര്യം സംരക്ഷിച്ചതിനും അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നാണ് നെതന്യാഹു പറഞ്ഞത്. പിന്നീട് ഫോക്സ് ന്യൂസിനോട് അദ്ദേഹം ഇപ്രകാരം പ്രതികരിച്ചു: തീവ്ര ഇസ്ലാമിസ്റ്റുകളും അൾട്രാ പ്രോഗ്രസീവുകളും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഒരു കൊലപാതകത്തെ ഇത്ര വേഗത്തിൽ ആർക്ക് നേരെ വേണമെങ്കിലും തിരിച്ചുവിടുവാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്രായേലിൽ കിർക്കിനെ ആദരിച്ച് ഒരു ചുവർ ചിത്രം പോലും വളരെ വേഗം പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ പലർക്കും സംശയമുണ്ട്, എന്തുകൊണ്ടാണ് നെതന്യാഹു ഇത്ര വേഗത്തിൽ പ്രതികരിച്ചത്? എന്തിനാണ് പ്രതിയെക്കുറിച്ച് വ്യക്തത വരുന്നതിന് മുൻപേ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്? എക്സിൽ പലരും സംശയം ഉന്നയിക്കുന്നു, ഇത് മൊസാദ് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ്. ഒരു പ്രൊഫഷണൽ കില്ലറിൻ്റെ ഉന്നം തെറ്റാതെയുള്ള വെടി, എന്നിട്ട് അദൃശ്യനാകുന്നത് പോലെ രക്ഷപ്പെടൽ. ഇത് തികച്ചും ദുരൂഹമാണ്. കിർക്ക് വഴിമാറി സഞ്ചരിച്ചു. അവർ അയാളെ നിശബ്ദനാക്കി. നെതന്യാഹു ഈ ആരോപണത്തെ രക്തപങ്കിലമായ നുണയെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ട്. എങ്കിലും എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകളുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകേണ്ടത്. ഈ സംഭവത്തിൽ ഒരുപാട് യാദർച്ഛികതകളുണ്ട്. ഇത് വെറും ഒരു സാധാരണ സംഭവമായി, കൊലപാതകമായി തള്ളിക്കളയുവാൻ കഴിയുകയില്ല. ഇരുണ്ട ദുരൂഹതകളിലേക്ക് നയിക്കുന്ന ചില കുത്തുകൾ കൂട്ടിയോജിപ്പിക്കുവാൻ പലരും ശ്രമിക്കുകയാണിപ്പോൾ. എപ്സ്റ്റീൻ രേഖകൾ കുഴിച്ചുമൂടി. ചാർലി മരിച്ച അതേ ദിവസം സെപ്റ്റംബർ 10 ജെഫ്രി എപ്സ്റ്റീൻ്റെ രേഖകൾ പുറത്തുവിടുവാനുള്ള ഒരു നീക്കം അമേരിക്കൻ സെനറ്റിൽ പരാജയപ്പെട്ടു. 51-49 വോട്ടിങ്ങിലുള്ള പരാജയം. എന്തുകൊണ്ടാണത്? എപ്സ്റ്റീൻ ഫയലിനെയും മൊസാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ടോ? ഈ രേഖകൾ ഇപ്പോൾ മറഞ്ഞിരിക്കുകയാണ്. അത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ? ചാർലിയുടെ മരണം എപ്സ്റ്റീൻ വിവാദങ്ങളിൽ നിന്ന് അമേരിക്കയുടെ മുഴുവൻ ശ്രദ്ധയും വഴിതിരിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇത് ശ്രദ്ധ മാറ്റാനുള്ള ഒരു തന്ത്രമായിരുന്നു. അടുത്തത് നെതന്യാഹുവിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളാണ്. ചാർലി മരിക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിനെതിരായിരിക്കുന്നു. ദോഹയിൽ നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളാണ് കാരണം. അവിടെ നെതന്യാഹുവിൻ്റെ തന്ത്രം പാളുകയും ചെയ്തു.
ആളുകൾ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടേക്കാം. ചാർലിയുടെ മരണത്തോടെ ലോകത്തിൻ്റെ ശ്രദ്ധ അമേരിക്കയിലേക്ക് തിരിയുന്നു, മറ്റൊരു തരത്തിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. പ്രതിഷേധങ്ങൾ വാർത്തകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവി ഈ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു സൈക്കോളജിക്കൽ ഓപ്പറേഷനായിരുന്നു ഇത് എന്ന് വാദിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറയുവാൻ സാധിക്കുന്നു. ഇനി കൊലപാതകത്തിലേക്ക് തിരിച്ചു വന്നാൽ 200 അടി അകലെ നിന്ന് കഴുത്തിൽ കൃത്യമായി ഒരു വെടിയുണ്ട എത്തിക്കുക, ആ കൊലയാളി ഒരു നിഴൽ പോലെ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുക, കണ്ടെടുത്ത റൈഫിളിൽ ആൻറ്റി ഫാസിസ്റ്റ് എന്ന എഴുത്തുണ്ടാകുക. പക്ഷേ പ്രൊഫഷണലുകൾ സാധാരണയായി യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാറില്ല. ആ തെളിവ് പോലീസിന് കിട്ടണമെന്ന് ഉറപ്പോടെ എന്തെങ്കിലും അവശേഷിപ്പിച്ചാൽ മാത്രമേ അങ്ങനെയൊരു തെളിവ് ലഭിക്കാറുള്ളൂ. എന്തായിരുന്നാലും ലോകത്തെങ്ങുമുള്ള വിശ്വാസ സമൂഹത്തെ ഇത് പിടിച്ചുലയ്ക്കുന്ന സംഭവമാണ്. ചാർലി നമ്മുടെ സഹോദരനായിരുന്നു. അവൻ്റെ ചോദ്യങ്ങൾ വിദ്വേഷത്തിൽ നിന്നുള്ളതായിരുന്നില്ല. യേശുവിനു വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ചാർലി. നമുക്ക് എല്ലാ സത്യങ്ങളും ഒരുപക്ഷെ ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ ആവർത്തന പുസ്തകം 32:35 ദൈവം ഇപ്രകാരം വാഗ്ദത്തം ചെയ്യുന്നു: പ്രതികാരം എനിക്കുള്ളതാണ്, ഞാൻ പകരം വീട്ടും. സദൃശ്യവാക്യം 21:1 പറയുന്നു: രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ ഒരു നീർത്തോട് പോലെയാകുന്നു, തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, എറിക്കയ്ക്കും അവരുടെ കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുക, സത്യത്തിനും നീതിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സംഭവങ്ങളുടെ യഥാർത്ഥ വസ്തുത ചുരുളഴിഞ്ഞ് ഒരു കാലത്ത് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.